അതിനെതിരെ പ്രതിഷേധിക്കുവാനാണ് ഇന്ന് നാം ഇവിടെ കൂടിയിരിക്കുന്നത്. അതിന് മുന്നോടിയായി ഈ ധർണ ഉദ്ഘാടനം ചെയ്യുന്നതിന് നമ്മുടെ അസോസിയേഷന്റെ പ്രസിഡന്റ് ശ്രീ ചന്ദ്രശേഖരൻ അവരുടെ ഞാൻ ക്ഷണിക്കുന്നു. നമ്മൾ വർഷങ്ങളോളമായിട്ട് അനുഭവിക്കുന്ന ഒരു വലിയ പ്രശ്നമാണ് കുടിവെള്ള പ്രശ്നം. ഏകദേശം 2 വർഷമായി EVR നമ്മുടെ പ്രദേശത്ത് കുടിവെള്ളം കിട്ടാതായി. കഴിഞ്ഞ തവണ നമ്മൾ നിരവധി ധർണയും പ്രതിഷേധവും കാര്യങ്ങളെല്ലാം നടത്തി നമ്മൾ സമരമുഖമായിട്ട് നമ്മൾ വളരെ മുന്നോട്ട് പോയി. കുറേയൊക്കെ ഫലം അതിൽ നിന്ന് ലഭിച്ചെങ്കിലും ഇപ്രാവശ്യം അതിനേക്കാൾ വളരെ രൂക്ഷമായ പ്രശ്നമാണ് നമ്മൾ അനുഭവിക്കുന്നത്. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരും മറ്റ് ജനപ്രതിനിധികളെയും നമ്മൾ നിരവധി പ്രാവശ്യം പ്രതിഷേധം അറിയിക്കുകയും നിവേദനം കൊടുക്കുകയും ചെയ്തിട്ടും യാതൊരു ഫലവും കിട്ടിയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം വ്യക്തിപരമായി പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസമായി എൻ്റെ വീട്ടിലേക്ക് കുടിവെള്ളം കിട്ടിയില്ല. ഞാൻ പ്രവർത്തികൾ കൊണ്ട് വേറെ ആത്മീയ സംവിധാനം ചെയ്തു എന്ന് മാത്രം. എന്നിരുന്നാലും നമ്മുടെ ഏരിയയിൽ കിടക്കുന്ന അക്യൂട്ടായിട്ടുള്ള ഈ പ്രശ്നം ഇന്ന് പൊതുജന മധ്യത്തിൽ കൊണ്ടുവന്ന് എല്ലാ നാട്ടുകാരുടെയും വാട്ടർ അതോറിറ്റി ജീവനക്കാരുടെയും വാട്ടർ അതോറിറ്റി MPയുടെയും വാട്ടർ അതോറിറ്റി മന്ത്രിയുടെയും ശ്രദ്ധയിൽപ്പെടുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഇന്നിവിടെ പ്രതിഷേധം നടത്തുന്നത്. നമുക്ക് നിരവധി രാഷ്ട്രീയ നേതാക്കൾ നമ്മുടെ ഏരിയ താമസിക്കുന്നുണ്ട്. ഉദാഹരണത്തിന് അതിൻ്റെ നമ്മുടെ ശാപമെന്ന് തോന്നുകയുണ്ട്. AK ആന്റണി ഉണ്ട്, MMS ഉണ്ട്, രമേശ് ചെന്നിത്തലുണ്ട്, VP രാമചന്ദ്രനുണ്ട്, നമ്മുടെ ടിടാ ചെയർമാൻ വേണുഗോപാലുണ്ട്. ഇവരെല്ലാം ഉണ്ടായിട്ടും സാധാരണഗതിയിൽ ഇവരുള്ള സ്ഥലത്തൊക്കെ യാതൊരു പ്രശ്നമില്ല, സുഖമായിട്ടുള്ള എല്ലാ ജീവിത പ്രശ്നങ്ങളും മുന്നോട്ട് പോകുന്നതിന് നമുക്ക് അവിടെ കിട്ടുന്നത് കൊണ്ട് ഇവരുള്ളത് കൊണ്ട് നമ്മുടെ പ്രശ്നം ഒന്നുകൂടെ അതിരൂക്ഷമാവുകയാണ് ചെയ്യുന്നത്. എന്താണ് അതിന് കാരണം നമുക്ക് അറിഞ്ഞുകൂടാ. ഇത്തരത്തിലുള്ള പ്രതീക്ഷയിൽ നമ്മുടെ ഒറ്റക്കെട്ടായ പ്രവർത്തനം കൊണ്ട് മാത്രമേ നമുക്ക് പ്രശ്നം പരിഹരിക്കാൻ സാധിക്കുകയുള്ളൂ. ഇതിനുള്ള പ്രശ്നത്തിലുള്ള പരിഹാരം വാട്ടർ അതോറിറ്റി കണ്ടെത്തി ഇതില്ലാന്നുണ്ടെങ്കിൽ നമ്മളിവിടെ നിരാഹാരം കടക്കാൻ വരെ ചിലപ്പോൾ തയ്യാറാവേണ്ടി വരും. അധികാരികളെ ഈ അവരുടെ ഓഫീസുകളുടെ മുൻപിൽ അവരെ അകത്ത് കടത്തിവിടാത്ത രീതിയിലുള്ള നടപടിയാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ അത് നമ്മൾ ഉടൻ തന്നെ ഈ ധർണ വിജയിച്ചില്ല എങ്കിൽ നമ്മൾ അത് ചെയ്യേണ്ടി വരും. അതിനുവേണ്ടി നമ്മൾ ഇത്രയും ആൾക്കാർ പോരാ, ഇനിയും നമ്മുടെ ഈശ്വരാസ്ത്രത്തിലുള്ള എല്ലാവരെയും അണിനിരത്തിക്കൊണ്ട് ഒരു പരിപാടി ഇവിടെ നടത്തണം എന്ന് ഞാൻ പ്രത്യേകിച്ച് പറയുകയാണ്. ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിൽ കാണുകയുണ്ടായി. ഇപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് ഇപ്പോൾ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിലോ അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ലെവലിലൊക്കെ ഉള്ളവർക്ക് നമ്മുടെ ഈ പൈപ്പുകൾ എവിടെ കിടക്കണമെന്ന് അറിഞ്ഞൂടാ. ഈ അടുത്ത കാലത്ത് നമ്മൾ പത്രത്തിൽ കണ്ടു, ഒരു മുമ്പ് ഇവിടുത്തെ റിട്ടയർ ചെയ്ത് പോയ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചു വരുത്തി വാൽവും പൈപ്പും എവിടെയൊക്കെയാണ് ഇരിക്കുന്നതെന്ന് കാണിച്ചു കൊടുക്കണമെന്ന് അവരോട് ആവശ്യപ്പെട്ടതായിട്ട് നമ്മൾ ഈ അടുത്ത കാലത്തെ കാണുകയുണ്ടായി. ഈ കമ്പൗണ്ടർ യുഗത്തിൽ ഈ 21-22 നൂറ്റാണ്ടിൽ പൈപ്പുകൾ ഏതിലേ പോകുന്നു, എവിടെയാണ് എൻ്റെ ടാപ്പ്, എവിടെ തിരിച്ചാൽ എങ്ങോട്ട് വെള്ളം കിട്ടും, എവിടെ തിരിച്ചാൽ എങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും എന്നുള്ളതൊന്നും നമ്മുടെ ഈ ഉന്നത അധികാരികൾക്ക് അറിയാൻ വേണ്ട സാഹചര്യമുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഇത് താഴെ ലെവലിലുള്ള വളരെ മോശമായ കാര്യങ്ങളാണ് ഇപ്പോൾ നമ്മുടെ കുടിവെള്ളത്തിന് ആവശ്യം കാരണമായി കാണുന്നത്. നൽകൂ ദാഹജലം, EVR സിന്ദാബാദ്. ഉണരൂ അധികാരികളെ, നൽകൂ ദാഹജലം. അധികാരികളെ ഉണരൂ അധികാരികളെ. നിങ്ങളറിഞ്ഞോ നാട്ടാരെ, നിങ്ങളറിഞ്ഞോ നാട്ടാരെ, വഴുതക്കാട് പ്രദേശത്ത് കുടിവെള്ളമില്ല. ആരാണ് ഉത്തരവാദി? ആരാണേലും വേണ്ടില്ല. മറുപടി ഞങ്ങൾ പറയിപ്പിക്കും. നമ്മൾ അനുഭവിക്കുന്ന വേദനാജനകമായ വളരെ കോപകരമായ ഒരു സാഹചര്യമുണ്ട്. എന്തുകൊണ്ടാണ് ഈ യുദ്ധസമാനമായ സാഹചര്യം ഉണ്ടായതെന്ന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാകുന്നില്ല. 3 മാസങ്ങൾക്ക് മുമ്പുണ്ടായിരുന്നൊരു സാഹചര്യം ഇപ്പോൾ മാറുന്നത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങോട്ടേക്ക് വരുന്ന വെള്ളത്തിൻ്റെ അളവിൽ കുറവുണ്ടായിട്ടില്ല. നമ്മുടെ പ്രദേശത്ത് ഉപഭോക്താക്കളുടെ എണ്ണം
ക്രമാതീതമായി വർദ്ധിച്ചിട്ടുമില്ല. അപ്പോൾ ഇതെങ്ങനെയാണ്, എന്തുകൊണ്ടാണ് എന്ന വിശദീകരണത്തിന് നമുക്ക് അർത്ഥമില്ല. 24 മണിക്കൂറും തടസ്സമില്ലാത്ത കുടിവെള്ളം അത് നമ്മുടെ അവകാശമാണ്. നഗരസഭയ്ക്ക് നമ്മൾ ടാക്സ് കൊടുക്കുമ്പോൾ, ഗവൺമെന്റിന് നമ്മൾ നികുതി കൊടുക്കുമ്പോൾ പറയാതെ ലഭിക്കുന്ന ഒരു അവകാശമാണ്, ഇതൊരു സൗജന്യമൊന്നുമല്ല. ഏതായാലും ഈ ധർണ നമുക്ക് ആശ്വാസം പകരും എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. ആറ്റുകാൽ പൊങ്കാല വന്നാൽ വെള്ളമില്ല, എട്ടുകാട്ടുവാടി വന്നാലും വിശേഷാസംകാർക്ക് വെള്ളമില്ല. പിന്നെ നമ്മൾ താമസിക്കുന്ന GBI താമസിക്കുന്ന വലിയ പ്രമാദമായ ഏരിയയിലാണ്. പക്ഷെ അതുകൊണ്ട് ഒരു പ്രയോജനവും ഇല്ല. ഒരു വികാരമില്ലാത്ത കുറേ കേസ് നമുക്കുണ്ട്. പക്ഷെ അനുഭവിക്കുന്ന മുഴുവൻ നമ്മളാണ്. ചിലപ്പോൾ ഞാൻ ചിന്തിക്കും, നമ്മുടെ താമസം ഏതെങ്കിലും പണ്ടിലായിട്ട് എത്രയോ പെട്ടെന്ന് നമുക്ക് വെള്ളം കിട്ടിപ്പോയത്. വെള്ളത്തിന് എന്തുമാത്രം ബുദ്ധിമുട്ടുന്നത് 2 ദിവസത്തിലൊരിക്കലും കുളിക്കുക എന്നുള്ളത് പറഞ്ഞാൽ അത് പറയാൻ നാണക്കേടാണ്. 2 ദിവസത്തിലൊരിക്കലാണ് തുണി കഴുകുന്നത്. ആരോട് പറയും ഞങ്ങൾ ഈ വെള്ളത്തിന് വേണ്ടി ഞങ്ങൾ ആരുടെ വാതിൽ മുട്ടണം? അതുപോലെ ഞങ്ങൾ ബുദ്ധിമുട്ടുന്നുണ്ട്. ഇത്രയും ജനങ്ങൾ, ഇത്രയും ആൾക്കാർ നമ്മുടെ വീടും വിട്ടിട്ട് ഈ ഒരു വഴിവക്കിൽ ഇറങ്ങി ഇരിക്കേണ്ട ഒരവസ്ഥ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അതുപോലെ ബുദ്ധിമുട്ടും അല്ലെങ്കിൽ ഞങ്ങൾ ഇതിന് ഇറങ്ങത്തില്ല, തെരുവിലേക്ക് ഞങ്ങൾ ഇറങ്ങത്തില്ല. ഇരിയാറയിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരാളെന്ന നിലയിൽ ഏറ്റവും കൂടുതൽ കുടിവെള്ളക്ഷാമം അനുഭവിക്കുന്നവരിൽ വളരെ കുറച്ച് പേരിൽ ഒരാളാണ് ഞാൻ. കാലാകാലം അവിടെ 5 വർഷമായി താമസിച്ചിട്ട് ഇന്ന് വരെയും ഒരു ദിവസം പോലും കറക്റ്റായിട്ട് 6 മണിക്ക് ശേഷം വെള്ളം കിട്ടിയ ചരിത്രം ഉണ്ടായിട്ടേ ഇല്ല. ഓരോ ആരോട് പരാതി പറയണമെന്നറിയില്ല. അതുകൊണ്ട് തന്നെ എപ്പോഴും പ്രസിഡന്റിനെയോ അല്ലെങ്കിൽ സെക്രട്ടറിയെയോ അങ്ങനെ ആരെങ്കിലും എപ്പോഴും ശല്യപ്പെട്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഫോൺ നമ്പർ കാണുന്നത് പോലും അവർക്കും ഇപ്പോൾ ഞങ്ങളോട് വെറുപ്പായി തുടങ്ങിയിരിക്കുന്നതാണ് എനിക്ക് സംശയം. കാരണം അവർക്കും അതൊരു പ്രശ്നമായി മാറിയപ്പോൾ തുണി നനയ്ക്കുകയാണെങ്കിലും കുളിക്കുകയാണെങ്കിലും അതിനൊക്കെ നമ്മളിപ്പോൾ ഒരുമാതിരി ഉപയോഗിക്കുമ്പോഴാണ്. പിന്നെ ഇപ്പോൾ ആ വാട്ടർ അതോറിറ്റി പറയും നമുക്ക് ടാങ്കറിന് വെള്ളം കൊണ്ട് തരുന്നുണ്ട്. നമ്മളുടെ അവിടെ താമസിക്കുന്ന മിക്ക ആൾക്കാരും ഓവർ 60 ആണ്. എത്ര ആൾക്കാർക്ക് വലിയ വലിയ ബസ്സൊക്കെ എടുക്കുമ്പോൾ അവർക്കും പുറത്ത് ഓടാൻ പറ്റും എനിക്കറിഞ്ഞത്. എനിക്ക് തന്നെ പറ്റുന്നില്ല. ഇപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ പേരൻസാണ്, അച്ഛനൊക്കെയാണ് വെള്ളം എടുത്തുകൊണ്ട് അകത്തൊക്കെ കൊണ്ടുവന്നത്. മിക്ക വീടുകളിലും അത് തന്നെ സ്ഥിതി. അപ്പം ഈ ടാങ്കർ കൊണ്ടുവന്ന് വെള്ളം തരുന്നു, അതൊന്നും ഒരു ലോങ് ടേം സൊല്യൂഷൻ ഒന്നുമല്ല. നമുക്കൊരു വെള്ളം കിട്ടിയേ പറ്റും. ഞങ്ങൾ ഇരിക്കുന്നത് നിങ്ങളുടെ പരാതികൾ കേൾക്കാനോ അതൊന്നും അഡ്രസ് ചെയ്ത് അതൊന്നും പരിഹരിച്ച് തരാനോ വേണ്ടൊന്നും അല്ല. ഞങ്ങൾക്ക് വേറെ ഒരുപാട് പണികളുണ്ട്, അതൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ പരാതി ഞങ്ങൾക്ക് പരിഹരിച്ചു തന്നാൽ ഞങ്ങൾക്ക് എന്തോ നഷ്ടപ്പെട്ടു പോകും എന്നുള്ള രീതിയിലുള്ള അവതരണയും ഉച്ചഭാഗത്തോടുള്ള ഒരു നടപടി അല്ലെങ്കിൽ